വയനാട് ഹേമചന്ദ്രൻ കൊലപാതക കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതാണ്. മർദ്ദനമേറ്റതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയല്ല എന്നും സ്ഥിരീകരണമുണ്ട്. രതീഷ് വാസുദേവൻ ചേരുന്ന വിവരങ്ങളുമായി നമുക്കിപ്പം കോഴിക്കോട് നിന്ന്. രതീഷ്, ഇതിന്റെ ഒന്നാം പ്രതി നൌഷാദ്, അയാൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലടക്കം പറഞ്ഞത് ഹേമചന്ദ്രന്റേത് ആത്മഹത്യയാണ്, ആത്മഹത്യ മറയ്ക്കാനായി ഞങ്ങൾ ഇയാളെ കുഴിച്ചിടുകയായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രതികരണമായി പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതു, തീർച്ചയായും ഈ നൌഷാദ്, ഈ പ്രധാന പ്രതിയായ നൌഷാദ് പ്രതികരണം തുടങ്ങിയ അന്നു മുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ്, തുടർന്ന് ഇത്തരത്തിൽ തങ്ങൾ അതിനെ ഒളിപ്പിച്ചു വെക്കാൻ മറവ് ചെയ്യുകയായിരുന്നുള്ള വളരെ ദുരൂഹമായ തരത്തിലുള്ള മറുപടിയായിരുന്നു ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ മർദ്ദനമേറ്റാണ് ഹേമേന്ദ്രൻ മരിക്കാനിടയായെന്ന സൂചനകൾ നൽകിയിരുന്നു. അതിനുശേഷം ഈ മരണം മറച്ചുവെക്കാനാണ് പ്രതികൾ വളരെ ദൂരെ ഈ പ്രതിയുടെ ഈ ഹേമേന്ദ്രന്റെ മൃതദേഹം മറവ് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ പോലീസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളതെന്നാണ് വളരെ നിർണായകമായത്. എന്തായാലും ഈ പ്രതി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, തെളിവെടുപ്പിന്റെ സമയങ്ങളിൽ എല്ലാം തന്നെ, ആ സമയത്തൊക്കെ തന്നെ ആവർത്തിക്കുന്നത് തങ്ങൾ അല്ല, ഇത് കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. വളരെ നിർണായകമായ റിപ്പോർട്ടാണ്. പോലീസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്നതാണ്. കാരണം ക്രൂരമായ മർദ്ദനമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. ആത്മഹത്യ അല്ല എന്നും വളരെ വ്യക്തമായി പോലീസ് ഇയാൾ ഈ നൌഷാദ് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് തള്ളിയിരുന്നു. ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നു. അവിടെ നല്ല മഴയുണ്ടോ രതീഷേ? തീർച്ചയായും പോലീസിന്റെ ഈ കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഇതൊരു കൊലപാതകമാണ്, പ്രഥമ ദൃഷ്ട്യാ തന്നെ കൊലപാതകമാണ്, ഇതിന്റെ സാഹചര്യങ്ങൾ തെളിവാക്കുന്ന കൊലപാതകമാണ്. തുടർന്നാണ് ഹേമേന്ദ്രൻ മൃതദേഹമടക്കം കണ്ടെത്തുന്നതും. ആ സാഹചര്യം വെച്ച് തന്നെ പോലീസ് ഇത് പറഞ്ഞു. ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്, ആ തർക്കത്തിനൊടുവിലുള്ള മർദ്ദനവും ഇങ്ങനെ മരണത്തിലേക്കും ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. അത് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് എന്ന് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. നൌഷാദ് പലതവണ വീഡിയോയിലൂടെ തന്നെ, വിദേശത്തിരുന്നപ്പോൾ തന്നെ വീഡിയോയിലൂടെ ഇത് ആത്മഹത്യയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതെല്ലാം തള്ളിക്കളയുകയാണ്. ശരി. ഓക്കെ രതീഷ്, അവിടെ അത്യാവശ്യം മഴയും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹേമചന്ദ്രൻ കൊലപാതക കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു.